Welcome to the channel Swasta Foods. ഹായ് എവരിവൺ, നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വെണ്ടയ്ക്ക കറിയാണ്. ചപ്പാത്തിയുടെ കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതാണ്, എന്നാൽ വളരെ ടേസ്റ്റിയും വളരെ ഹെൽത്തിയുമായിട്ടുള്ള കറിയാണ്. അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ വെണ്ടയ്ക്ക കറി ഉണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെ ആവശ്യമാണെന്ന് നോക്കാം. ഇവിടെ ഞാൻ ഒരു 1/4 കിലോ വെണ്ടയ്ക്ക ഇങ്ങനെ വലുതായിട്ടിങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് 2 ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ ഞാൻ എടുത്തിട്ടുണ്ട് 2 ഗ്രീൻ ചില്ലി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ 2 ഗാർലിക് അരിഞ്ഞത്, പിന്നെ കുറച്ച് കറിവേപ്പ്. അപ്പോൾ വെണ്ടയ്ക്ക കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി കഴിഞ്ഞിട്ട് ഒരു 6 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. എണ്ണ നല്ലോണം ചൂടായി കഴിയുമ്പം അതിനകത്തോട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടുമ്പോൾ അതിനകത്തോട്ടൊരു 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. വെണ്ടയ്ക്ക നല്ലവണ്ണം വഴറ്റണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വഴറ്റുക. ഇപ്പോൾ തന്നെ നമുക്ക് ഉള്ളി അരിഞ്ഞത് ആഡ് ചെയ്യാവുന്നതാണ്. ഇനി എടുത്ത് വെച്ചിരുന്ന ഉള്ളി അരിഞ്ഞിട്ട് കൊടുക്കാം. നല്ലോണം വഴറ്റുക. ഇനി ഇതിൻ്റെ അകത്തിലോട്ട് എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. കറിവേപ്പില, ഇനി എല്ലാം കൂടെ നല്ലവണ്ണം വഴറ്റുക. ഇതെല്ലാം കൂടെ ഒന്നിച്ച് നല്ലവണ്ണം വഴറ്റിയെടുക്കണം. ഇപ്പോൾ നല്ല വഴണ്ട് വന്നിട്ടുണ്ട്. ഇവിടെ കാണാൻ നല്ല വഴണ്ട് വന്നിട്ടുണ്ട്. വെണ്ടയ്ക്കയും ഉള്ളിയെല്ലാം നല്ല വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ടൊമാറ്റോ ഇട്ടിട്ട് വഴറ്റിയെടുക്കാം. ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. ടൊമാറ്റോയും കൂടി ഇട്ട് നല്ലവണ്ണം വഴറ്റുക. ഇപ്പോൾ എല്ലാം നല്ലോണം വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി എനിക്കിവിടെ ആവശ്യമായിട്ടുള്ള മസാല ഇട്ട് കൊടുക്കാം. അത് വളരെ കുറച്ച് മസാല മാത്രമേ ഇടുന്നുള്ളൂ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന ഒരു വെണ്ടയ്ക്ക കറിയാണിത്. ഒരു 1/4 ടീസ്പൂൺ ടർമറിക് പൗഡർ, ഒരു 1/2 ടീസ്പൂൺ ചില്ലി പൗഡർ. ഓൾറെഡി എനിക്ക് ഗ്രീൻ ചില്ലി ആഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ഇടാവുന്നതാണ്. ഇനി ഇടുന്നത് മല്ലിപ്പൊടിയാണ്. ഒരു 2 ടീസ്പൂൺ കൊറിയാണ്ടർ പൗഡർ, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മസാല എല്ലാം കൂടെ ഒന്ന് ചൂടാക്കാം. ഇപ്പോൾ മസാല നല്ല ചൂടായി നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ഇതിനകത്തോട്ട് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം.
ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കാം. അപ്പം നമ്മുടെ വെണ്ടയ്ക്ക കറി റെഡി ആയിട്ടുണ്ട്. ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ട് വെണ്ടയ്ക്കൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഇന്ന് ഒരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കുക. ഇത് ചപ്പാത്തിയുടെ കൂടെയും റൊട്ടിയുടെ കൂടെയും കഴിക്കാൻ വളരെ നല്ലതാണ്. പിന്നെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ ഇനി ഇടുന്ന എല്ലാ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.